നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബി.ജെ.പിയിലേക്ക് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരിക്കുകയാണ്. ആരൊക്കെ എതിർത്താലും തള്ളിപ്പറഞ്ഞാലും മോദി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇനിയും വിളിച്ചു പറയുമെന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത്. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അടിമുടി വിമർശിക്കുന്നതിനിടയിലാണ് ശശി തരൂർ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ശശി തരൂരിന്റെ ബി.ജെ.പിയിലേക്കുള്ള പ്രവേശനത്തിലേക്കാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ആര് നല്ലത് ചെയ്താലും അത് ഏത് പാർട്ടിയായാലും അത് പൊതുവായി പറയുന്നതിൽ എന്താണ് തെറ്റ്? ഒരു വ്യക്തി തന്റെ അഭിപ്രായം തുറന്നു പറയുന്നത് കൊണ്ട് ആ വ്യക്തിയെ ക്രൂശിക്കണം. ഇത് പാർട്ടിയുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ് കാണിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ ഇസ്ലാമിക കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ശശി തരൂർ എന്താണെന്ന് സതീശന് മനസ്സിലാകുന്നില്ല. തകർന്നുപോയ കോൺഗ്രസിനെ രക്ഷിക്കേണ്ട ഗതികേടൊന്നും ശശി തരൂരിനില്ല. തരൂർ കുറച്ചു നാളായി ബി.ജെ.പിയിൽ ചേരാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കോൺഗ്രസിൽ ഇദ്ദേഹം ഒരു മിസ്ഫിറ്റ് തന്നെയാണ്. മോദിയുടെ നയങ്ങളെ പുകഴ്ത്തുന്നത് ബി.ജെ.പിയിൽ ചേരാനുള്ള ഒരു നയമാണെന്ന് മാത്രം കരുതിയാൽ മതി. സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ ക്രൂശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ടു പോയതുപോലല്ല ശശി തരൂർ ബി.ജെ.പിയിലേക്ക് വരുന്നത്. തരൂരും സന്ദീപ് വാര്യരും ആനയും അണ്ണാനും പോലുള്ള വ്യത്യാസങ്ങളുണ്ട്. തരൂരിന്റെ വ്യക്തിത്വത്തിന്റെ നാലയൽപ്പക്കത്ത് പോലും എത്തില്ല സന്ദീപ് വാര്യർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കുടുംബവാഴ്ചയുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതോളം മികച്ചതായി മറ്റൊന്നുമില്ല. തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് എം പി ശശി തരൂർ ഇപ്പോഴും. തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കണമെന്നുമാണ് ശശി തരൂർ പറയുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി നല്ല കാര്യങ്ങളെ കാണണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കണം. തന്റെ നിലപാടിൽ മാറ്റമില്ല. വർഷങ്ങളായി താൻ പറയുന്ന കാര്യങ്ങളാണ് ഇത്. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ലേഖനം എഴുതിയത്. കണക്ക് ഏത് എന്നറിയാൻ പ്രതിപക്ഷ നേതാവ് ലേഖനം വായിക്കണം. വിദേശകാര്യങ്ങളിൽ രാജ്യ താല്പര്യം നോക്കണം, രാഷ്ട്രീയ താല്പര്യം നോക്കരുത്. ഇതാണ് തന്റെ നിലപാട്. മോദി ട്രംപിനെ കണ്ടത് രാജ്യത്തിനുള്ള അംഗീകാരമാണ്. വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാമതായെങ്കിൽ കാരണം ദേശീയ റാങ്കിംഗ് ആണ് എന്നും ശശി തരൂർ പറഞ്ഞു. ലേഖനത്തെ അനുകൂലിച്ച് കോൺഗ്രസിൽ നിന്ന് ചിലർ വിളിച്ചിരുന്നുവെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രശംസയ്ക്ക് പിന്നാലെയാണ് തരൂരിന്റെ ഈ വാക്കുകൾ. മോദിയോട് വിലപേശൽ എളുപ്പമല്ല. അക്കാര്യത്തിൽ അദ്ദേഹം തന്നെക്കാളും കടുപ്പക്കാരനും മെച്ചപ്പെട്ടയാളുമാണ് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ട്രംപ് അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് വെറുതെ ആവില്ല എന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം.